ഹായ് ഫ്രണ്ട്സ്, മോറൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സൗരക്കണ്ണടൊക്കെ വെച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇതൊരു സൗരക്കണ്ണടയാണ്. അപ്പോൾ ഇത് എന്തിനാണെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ ഒരു സൗര ലെൻസും കൂടിയുണ്ട് എൻ്റെ കയ്യിൽ. ഇതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിസംബർ 26 സൂര്യഗ്രഹണം നടക്കാൻ വേണ്ടി പോവുകയാണ്. വലയ സൂര്യഗ്രഹണം. ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ ചന്ദ്രൻ വരുന്ന സമയത്ത് സൂര്യൻ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മറയുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. അത് ഒരുപാട് തരത്തിലുള്ള സൂര്യഗ്രഹണമുണ്ട്. വലയ സൂര്യഗ്രഹണമുണ്ട്, അല്ലെങ്കിൽ ഭാഗികമായി സൂര്യൻ മറയുന്ന പ്രതിഭാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കാണാൻ വേണ്ടി പോകുന്നത് ഈ സൂര്യഗ്രഹണത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻറ്റേഷനാണ്. അതിനുശേഷം നമുക്ക് ഈ സൂര്യഗ്രഹണത്തെ എങ്ങനെ, അതായത് നമുക്ക് ഈ നൂറ്റാണ്ടിൽ വരുന്ന ഒരു ആകാശ പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ആകാശ വിസ്മയമാണ് സൂര്യഗ്രഹണം. അപ്പോൾ നമുക്കതിനെ കാണേണ്ടതുണ്ട്, നമ്മളത് നോക്കണം, ശ്രമിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു സൗരക്കണ്ണട നിർമ്മിക്കേണ്ടതുണ്ട്. ഇതുപോലെ നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മദ്രസകളിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ ഒക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൂര്യഗ്രഹണം വളരെ കൃത്യമായി കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും. ഒരിക്കലും നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ സൺഗ്ലാസ് വെച്ചുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള ടെലിസ്കോപ്പോ ദൂരദർശിനികൾ വെച്ചുകൊണ്ടോ നമ്മളൊരിക്കലും സൂര്യഗ്രഹണത്തെ നോക്കാൻ വേണ്ടി പോകരുത്. അത് പാടില്ല. കാരണം കണ്ണുടെ റെക്റ്റിനെയോ അല്ലെങ്കിൽ കണ്ണിനെ ലെൻസിനൊക്കെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. സൂര്യപ്രകാശം നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണിലേക്ക് തട്ടിയാൽ കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂര്യപ്രകാശം സൂര്യനെ നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കണ്ണടകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ദർശിനി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ നമ്മുടെ ചുമരുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് എങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വളരെ കൃത്യമായി പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് സൂര്യഗ്രഹണത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിവരമാണ്. അതിനുശേഷം ഞാൻ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്, ഒരു DIY വീഡിയോ ആണ് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും വീഡിയോ മുഴുവനായും കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാൻ വേണ്ടി തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സൂര്യന് ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോൾ സൂര്യൻ പൂർണ്ണമായോ ഭാഗികമായോ മറയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും ഒരേ സ്ഥാനത്ത് ഒത്തുചേരുന്ന കറുത്തവാവ് ദിവസമാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. 4 തരത്തിലുള്ള സൂര്യഗ്രഹണങ്ങളാണ് ഉള്ളത്. പൂർണ്ണ സൂര്യഗ്രഹണം അഥവാ ടോട്ടൽ സോളാർ എക്ലിപ്സ്, ഭാഗിക സൂര്യഗ്രഹണം അഥവാ പാർഷ്യൽ സോളാർ എക്ലിപ്സ്, വലയ സൂര്യഗ്രഹണം അഥവാ ആനുലാർ സോളാർ എക്ലിപ്സ്, സങ്കര സൂര്യഗ്രഹണം അഥവാ ഹൈബ്രിഡ് സോളാർ എക്ലിപ്സ്. ഗ്രഹണ സമയത്ത് ചിലപ്പോൾ ഭൂമിയിലെ ചില ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ യാദൃശ്ചികമായ സാധ്യതകൾ മൂലം ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറച്ചതായി കാണപ്പെടും. ഇതാണ് പൂർണ്ണ സൂര്യഗ്രഹണം അഥവാ ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന പ്രതിഭാസം. ഭൂമിയിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ പരമാവധി ദൈർഘ്യം 7 മിനിറ്റ് 32 സെക്കൻഡ് ആണ്. ചന്ദ്രൻ സൂര്യനെ ഭാഗികമായി മാത്രം മറയ്ക്കുന്ന പ്രതിഭാസമാണ് ഭാഗിക സൂര്യഗ്രഹണം അഥവാ പാർഷ്യൽ സോളാർ എക്ലിപ്സ്. ഭൂമിയിലെ ചിലയിടങ്ങളിൽ പൂർണ്ണ സൂര്യഗ്രഹണമായും ചിലയിടങ്ങളിൽ വലയ സൂര്യഗ്രഹണമായും കാണപ്പെടുന്ന പ്രതിഭാസമാണ് സങ്കര സൂര്യഗ്രഹണം എന്ന് വിളിക്കുന്നത്. 2019 ഡിസംബർ 26 ആകാശത്ത് രൂപപ്പെടാൻ പോകുന്ന ആ അദ്ഭുത പ്രതിഭാസം വലയ സൂര്യഗ്രഹണമാണ്. ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒരേ നേർരേഖയിൽ എത്തിയാലും, അതായത് സൂര്യബിംബവും ചന്ദ്രബിംബവും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാലും, ദീർഘവൃത്താകൃതിയിലുള്ള ചന്ദ്രന്റെ ഭ്രമണപഥം മൂലം ചിലപ്പോൾ ചന്ദ്രന് സൂര്യനെ പൂർണ്ണമായി മറയ്ക്കാൻ കഴിയാതെ വരുന്നു. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ കോണീയ വ്യാസം സൂര്യന്റേതിനേക്കാൾ ചെറുതായി കാണുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഈ സമയത്ത് സൂര്യന്റെ ബിംബത്തിന്റെ ബാഹ്യഭാഗം ഒരു വലയമായി ചന്ദ്രന് വെളിയിൽ കാണപ്പെടും. ഇത്തരം സൂര്യഗ്രഹണങ്ങളെയാണ് വലയ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഇതും പൂർണ്ണ സൂര്യഗ്രഹണങ്ങളാണ്. ഡിസംബർ 26 നടക്കുന്ന വലയ സൂര്യഗ്രഹണത്തിന്റെ പൂർണ്ണമായ കാഴ്ച കാണാവുന്ന പാത സൗദി അറേബ്യ, ഖത്തർ, UAE, ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പാതയുടെ
ഇരുഭാഗത്തും ആയിരക്കണക്കിന് കിലോമീറ്റർ വീതിയിൽ ഇതേ സമയത്ത് തന്നെ ഭാഗിക സൂര്യഗ്രഹണവും നിരീക്ഷിക്കാനാകും. ഇന്ത്യയിൽ തെക്കൻ കർണാടക, വടക്കൻ കേരളം, കോയമ്പത്തൂർ ഉൾപ്പെടുന്ന മധ്യ തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ കഴിയുക. കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിൽ വലിയ സൂര്യഗ്രഹണം പൂർണ്ണതയോടെ കാണാം. മറ്റുള്ള ജില്ലകളിൽ വലയത്തിനു പകരം ചെറിയ ചന്ദ്രക്കല പോലെയാണ് ഗ്രഹണ സമയത്ത് സൂര്യൻ ദൃശ്യമാകുക. സൂര്യഗ്രഹണത്തെ പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിന്നു പോരുന്നുണ്ട്. ഗ്രഹണത്തെ ആരും തന്നെ ഭയക്കേണ്ടതില്ല. ഗ്രഹണ സമയത്ത് യാതൊരു വിധത്തിലുള്ള വിഷപദാർത്ഥങ്ങളും അന്തരീക്ഷത്തിലേക്ക് പടരുന്നില്ല എന്ന് പല ശാസ്ത്രരേഖകളും കൃത്യമായി പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയപ്രകാരം രാവിലെ 8 മണി മുതൽ 11:30 വരെയാണ് ഗ്രഹണം അനുഭവപ്പെടുക. ഗ്രഹണപാതയനുസരിച്ച് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് 9:24 കിഴക്കൻ പ്രദേശങ്ങളിൽ 9:31 വലിയ സൂര്യഗ്രഹണം അനുഭവപ്പെട്ടു തുടങ്ങുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഗ്രഹണ സമയത്ത് ഒരു കാരണവശാലും സൂര്യനെ നേരിട്ട് നോക്കരുത്. ഇത് കണ്ണിന്റെ റെറ്റിനയെ തകരാറിലാക്കുകയും കണ്ണിന്റെ കാഴ്ചശക്തി വരെ നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നതാണ്. അതിനാൽ പ്രൊജക്ടറുകൾ ഉപയോഗിച്ചോ എക്ലിപ്സ് ഗ്ലാസുകൾ ഉപയോഗിച്ചോ മാത്രം ഗ്രഹണം കാണാൻ ശ്രമിക്കുക. ടെലിസ്കോപ്പുകളിലൂടെയും സൂര്യനെ നേരിട്ട് വീക്ഷിക്കരുത്. ഗ്രഹണ സമയത്ത് പുറത്തിറങ്ങുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ യാത്ര ചെയ്യുന്നതോ ഒന്നും തന്നെ അപകടകരമല്ല. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സൂര്യഗ്രഹണത്തിന്റെ പരമാവധി ദൈർഘ്യം 7 മിനിറ്റ് 32 സെക്കൻഡാണ്. അവസാനമായി 7 മിനിറ്റിൽ അധികം ദൈർഘ്യമുള്ള സൂര്യഗ്രഹണം ഉണ്ടായത് 1973 ജൂൺ 30-നാണ്. ഇനി അതുപോലെ ദൈർഘ്യമുള്ള സൂര്യഗ്രഹണം കാണണമെങ്കിൽ 2180 ജൂൺ 25-ന് നടക്കൂ. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമുള്ള സൂര്യഗ്രഹണം 2009 ജൂൺ 22-ലെ സൂര്യഗ്രഹണമായിരുന്നു. 6 മിനിറ്റ് 39 സെക്കൻഡ് ആയിരുന്നു ഇതിന്റെ ദൈർഘ്യം. ഇനി 2132-ലാവും ഇത്തരമൊരു ഗ്രഹണം ദൃശ്യമാവുക. ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരാരും അന്ന് കാണില്ല എന്ന സത്യം ഓർക്കുക. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു ആകാശവിസ്മയം ഭയം കൂടാതെ ആസ്വദിക്കും. ഈ ഒരു കണ്ണട ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു 3 ഐറ്റംസ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന്, ഇത്ര വലുപ്പത്തിലുള്ള ഒരു ചാർട്ട്, ഏകദേശം 35 സെൻറ്റിമീറ്ററിലധികം വലുപ്പമുള്ള ഒരു ചാർട്ട് എടുക്കുക. അതേപോലെ നമുക്കൊരു അലൂമിനിയം ഫോയിൽ പേപ്പർ, ഇതൊക്കെ കടകളിൽ കിട്ടും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് നമ്മുടെ കണ്ണടയുടെ ലെൻസ് ഉണ്ടാക്കാനുള്ള അലൂമിനിയം ഫോയിൽ പേപ്പറാണ്. അപ്പോൾ അലൂമിനിയം ഫോയിൽ പേപ്പർ പല രൂപത്തിലുള്ള പല കട്ടിയിലുള്ളത് നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങളുടെ കണ്ണിലേക്ക് വെച്ച് അതിൽ സൂര്യപ്രകാശം കടത്തി വിടുന്ന രൂപത്തിലുള്ള, അതായത് നമുക്ക് പുറം ഭാഗം അത് വെച്ചാൽ കാണുന്ന രൂപത്തിലുള്ള അലൂമിനിയം ഫോയിൽ പേപ്പർ മാത്രം ഉപയോഗിക്കുക. അല്ലാതെ സാധാരണ നമ്മുടെ ഡൈനിങ് ടേബിളിലേക്കൊക്കെ വിരിക്കാനുള്ള അലൂമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ അത് വർക്കായിക്കൊള്ളണമെന്നില്ല. ശേഷം നമുക്ക് ഈ ഒരു ചാർട്ട്, അതായത് ഞാൻ ചാർട്ട് 2 ഭാഗമാക്കിയിട്ടുണ്ട്. ചാർട്ടിൻ്റെ ഇത്രയൊക്കെയുള്ള ഒരു കഷ്ണത്തിനെ 2 ഭാഗമാക്കി വെക്കാനുള്ള കാരണം, ഈ ഒരു ചാർട്ട് കട്ടി കുറവായതുകൊണ്ടാണ്. കട്ടിയുള്ള ചാർട്ടാണെങ്കിൽ ഒരു ഭാഗം മാത്രം മതി നമുക്ക് കട്ടിയുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് നമുക്കിങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ശേഷം നമുക്കിവിടെ ഒരു കണ്ണടയുടെ ചിത്രം നമുക്കിങ്ങനെ വരച്ചു കൊടുക്കേണ്ടതുണ്ട്. ശേഷം ഇതേ രൂപത്തിലൊരു കണ്ണടയുടെ ചിത്രം ഇങ്ങനെ ഒരു കട്ടൗട്ട് ഇങ്ങനെ വരക്കുക. ഇപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്യാൻ മാത്രമാണുള്ളത്. നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ വരക്കാം. ഞാൻ എൻ്റെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ചുള്ള ഒരു കണ്ണടയാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ രൂപത്തിൽ വരക്കുക. ഓക്കെ. ശേഷം ബ്ലേഡോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതായത് കണ്ണടയുടെ കട്ടൗട്ട് മാത്രമായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഒരു കത്രിക ഉപയോഗിക്കുക, നല്ല മൂർച്ചയുള്ള കത്രികയോ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഭംഗിയായി കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ണട ഇതുപോലെ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ണട റെഡിയാണ്. നിങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ ഡബിൾ കണ്ണടയാണ്. അപ്പോൾ ഞാനിതൊരു നമ്മളെ ചാർട്ട് പേപ്പറിൻ്റെ എഡ്ജ് ആയതുകൊണ്ട് 2 കഷ്ണം വെക്കുന്നതിന് പകരം ഇങ്ങനെ 2ഉം ഡബിളാക്കി കട്ട് ചെയ്തെന്ന് മാത്രമാണ്. നിങ്ങൾ ഓരോ ഭാഗവും ചാർട്ട് കട്ട് ചെയ്ത് നമുക്കിങ്ങനെ 2 കണ്ണട വെക്കാം. കാരണം എന്നാലും ഈ ചാർട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ നിൽക്കും. അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ കണ്ണട റെഡിയാണ്. ഇനി നമുക്കിവിടെ കണ്ണടയുടെ ലെൻസ് പിടിപ്പിക്കാനുള്ള ഒരു സ്ഥലം നമുക്കിങ്ങനെ നല്ല പോലെ ഒന്ന് വരച്ചെടുക്കണം.
അപ്പോൾ നമുക്കതൊന്ന് വരച്ചെടുക്കാം. നമുക്ക് ലെൻസ് വെക്കേണ്ട ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് സാധാരണ ലെൻസ് വരാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളിവിടെ 2 ഹോളിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കണം. ഈ 2 സ്ഥലത്തും ഹോളിടാൻ ശേഷം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തെടുക്കണം. അതായിരിക്കും ഏറ്റവും സുഖം, ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത്. കത്രിക ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്ക് ഒന്ന് ഭംഗിയായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സൗരക്കണ്ണടയുടെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇതിൻ്റെ ഹോൾസ് ഇങ്ങനെ കീറിയെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അലൂമിനിയം ഫോയിൽ പേപ്പർ, അതായത് ഇതിന് പാകമാകുന്ന രൂപത്തിലുള്ള ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ, ഇത് കട്ടി കുറവാണെങ്കിൽ 2 കഷ്ണം ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം സൂര്യപ്രകാശം ഡയറക്റ്റ് നഗ്നനേത്രങ്ങളെ കൊണ്ട് സൂര്യനെ നോക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് കട്ടി ഉണ്ടാക്കി ഡബിൾ ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക. ഡബിളാക്കിയിട്ടാണ് ഇവിടെ വെക്കേണ്ടത്. കുറച്ച് വലുപ്പമുള്ളതെടുത്താൽ നമുക്ക് 2 സൈഡും, അതായത് കവറാകുന്ന രൂപത്തിലെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് കുറച്ച് കട്ടിയുള്ള അലുമിനിയം ഫോയിലാണ്. നമുക്കിത് സിംഗിൾ തന്നെ മതിയാകും. ഞാൻ മുമ്പൊരു കണ്ണട ഉണ്ടാക്കിയിരുന്നു, അതിലേക്ക് ഡബിളിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. അതിൻ്റെ വലിപ്പവും അതിൻ്റെ തിക്നെസ്സും, നിങ്ങൾ വാങ്ങുന്ന കണ്ണടയുടെ തിക്നെസ് ഇവിടെ നോക്കാം. എന്നിട്ട് ഇങ്ങനെ നല്ല പോലെ ചെയ്ത് ശേഷം നമുക്കിങ്ങനെ ഇതിലേക്കൊരു പിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുന്ന ഐറ്റംസൊക്കെ ആണെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാതിരിക്കലാണ് നല്ലത്. പക്ഷേ നമുക്കാണെങ്കിൽ പിൻ ചെയ്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഗമ്മിട്ടുകൊണ്ട് ഇതിനെ ഒട്ടിച്ചെടുക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നൊക്കെ കുട്ടികളുടെ മുഖത്തേക്കൊക്കെ തറച്ച് അതൊക്കെ പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി കാരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ പിൻ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് സാധാരണ കണ്ണട പോലെ ഇതിനൊന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കിയെടുത്താൽ നമുക്കിതൊരു നല്ലൊരു കണ്ണടയായി റെഡിയായി. ഇതിലൂടെ നമുക്ക് സൂര്യപ്രകാശം ഇതിലൂടെ നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സൂര്യഗ്രഹണം ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു കണ്ണട ഉപയോഗിച്ചുകൊണ്ട് നോക്കിയാൽ വളരെ സേഫായിരിക്കും. നിങ്ങൾക്ക് നോക്കാം, മുമ്പ് തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് സൂര്യനൊന്ന് നോക്കാം. വളരെ കൃത്യമായി വളരെ ക്ലിയർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കണ്ണട ഉപയോഗിച്ച് സൂര്യനെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ്. ആ സമയത്ത് ഇത് കുറച്ച് തിക്നെസ് കുറഞ്ഞ അലുമിനിയം ഫോയിലാണ്. അപ്പോൾ ഇത് ഡബിളാക്കിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് ഗം ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കണ്ണടകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ സൂര്യഗ്രഹണത്തിനെ വീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊരു വഴി എന്ന് പറയുന്നത് സൗരദർശിനിയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാക്കേണ്ടത്, സൗരദർശിനിക്ക് വേണ്ടി നിങ്ങളൊരു ഐസ്ക്രീമിൻ്റെ ബോൾ എടുക്കുക. ഇതുപോലുള്ളൊരു ഐസ്ക്രീമിൻ്റെ, ഇത് വെറുതെ നമുക്ക് കിട്ടും, എവിടെയൊക്കെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഐസ്ക്രീം ബോൾ. ഇതിലൊക്കെ കുറച്ച് പൂഴിയോ മണ്ണോ നിറച്ചുകൊണ്ട് വെക്കുക. ശേഷം ഇതിനൊന്ന് കവർ ചെയ്യാം. വളരെ സിമ്പിളാണ് നമുക്ക് സൗരദർശിനി ഉണ്ടാക്കാൻ. ശേഷം ഇതിലേക്ക് നമ്മൾ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒട്ടിക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒട്ടിച്ചാൽ മതിയാവും. ഡബിൾ ടാപ്പ് സ്റ്റിക്കറും അതിലേക്ക് ചെറിയൊരു ലെൻസിൻ്റെ കഷ്ണം. ഇതൊക്കെ നമുക്ക് സാധാരണ ഗ്ലാസ്സൊക്കെ കട്ട് ചെയ്യുന്ന പീടികയിൽ ഇത് ചെറിയൊരു പൈസക്ക് തന്നെ കട്ട് ചെയ്ത് കിട്ടും. ഇതേപോലെ ചതുരത്തിലുള്ളത് ഇത്തിരി ചെറുത് ഉപയോഗിക്കാനാണ് വളരെ നല്ലത്. കുറച്ച് വലുതായാലും കുഴപ്പമില്ല. ഇതിൻ്റെ ആകൃതി ചതുരമല്ലാത്ത ആകൃതിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ശേഷം നിങ്ങൾ ഇതിനെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതിലേക്ക് സൂര്യപ്രകാശം തട്ടി നിങ്ങളൊരു ചുമരിലേക്ക് ഫോക്കസ് ചെയ്യുക. ആ സമയത്ത് ഈ ഒരു പ്രകാശം, ഇതിലേക്ക് തട്ടി വരുന്ന പ്രകാശം അവിടെ മതിലിൽ അല്ലെങ്കിൽ ചുമരിൽ ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്ന, അതായത് പ്രതിബിംബമായി കാണുന്നത് നമ്മുടെ സൂര്യൻ്റെ കൃത്യമായ രൂപമായിരിക്കും. ഇത് ചതുരാകൃതിയിലുള്ളതാണെങ്കിൽ പോലും നിങ്ങൾക്ക് സൂര്യപ്രകാശം അവിടെ വൃത്താകൃതിയിലുള്ള സൂര്യപ്രകാശം കാണുന്നതായിരിക്കും. മാത്രമല്ല ഇതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൂര്യഗ്രഹണത്തെ വളരെ കൃത്യമായി നിങ്ങളുടെ സ്കൂളിൻ്റെ മതിലിലോ അല്ലെങ്കിൽ നിങ്ങളെ വീടിൻ്റെ മതിലിലോ അല്ലെങ്കിൽ വീടിൻ്റെ ചുമരിലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായ ഒരു സാധനമാണിത്. ഒരു ക്ലാസ്സിലേക്ക് ഒന്ന് നിർമ്മിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ഈ സൗര കണ്ണട ആണെങ്കിൽ ഇത് 1, 2, ഒരു 5ഓളമെങ്കിലും ഒരു ക്ലാസ്സുകളിലേക്ക് നിർമ്മിച്ചു കൊടുക്കുക. അപ്പോൾ ആകാശ അത്ഭുതത്തെ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും കാണുക. നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം കാണുന്ന ഒരു
സൂര്യഗ്രഹണമാണ് ഈ ഒരു വലയ സൂര്യഗ്രഹണം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകമായി ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിലൂടെയെങ്കിലും കാണാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.